അന്നന്നത്തെ അന്നത്തിനായി കഷ്ടപ്പെടുന്നവരാണ് എല്ലാ മേഖലകളിലെയും തൊഴിലാളികൾ. അവരെ സംബന്ധിച്ച് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയെന്നാൽ വലിയ ചിലവാണ്. ഒരു കട്ടനടിച്ച് വിശപ്പകറ്റുന്നവരാണ് ഏറെയും. ഈ സാഹചര്യത്തിൽ വേറിട്ടൊരു വഴി തിരഞ്ഞെടുത്തിരിക്കുകയാണ് കോഴിക്കോട് പറമ്പിൽ ബസാറിലെ ചരക്ക് വാഹന ഡ്രൈവർമാർ. ഒന്നിച്ച് ഭക്ഷണം പാകം ചെയ്ത് ചെലവ് കുറയ്ക്കുകയാണ് ഇവർ. തിരക്ക് പിടിച്ച ഈ പാചകം കണ്ടാൽ നിങ്ങൾ കരുതും ഇതൊരു ഹോട്ടലാണെന്ന്. എന്നാൽ സംഗതി അതല്ല. കോഴിക്കോട് പറമ്പിൽ ബസാറിലെ ചരക്കുവാഹന ഡ്രൈവർമാരുടെ സൗഹൃദ കിച്ചണാണിത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ സ്വയം വിശപ്പകറ്റാൻ ഇവരൊരുക്കിയ കമ്മ്യൂണിറ്റി കിച്ചൺ. 2 മാസം മുമ്പ് 2-3 പേർ ചേർന്ന് പാചകം ആരംഭിച്ചു. ചിലവ് ചുരുക്കലായിരുന്നു ലക്ഷ്യം. ഒപ്പം ബാക്കിയുള്ളവർ കൂടി ചേർന്നതോടെ സംഭവം വൻ വിജയം. ആകെ 50 വണ്ടികളാണ് സ്റ്റാൻഡിലുള്ളത്. എല്ലാവരും കൂടെ ചേർന്ന് പാചകം ചെയ്യുമ്പോൾ ഒരാൾക്ക് ചിലവാകുന്നത് വളരെ തുച്ഛമായ തുക. 50 രൂപ ഹോട്ടലിൽ കൊടുക്കേണ്ട സ്ഥാനത്ത് 10-20 ചിലവഴിച്ചാൽ ഉഗ്രൻ ഫുഡ് കിച്ചണിൽ നിന്നും കഴിക്കാം. പണീൻ്റെ കുറവ് കാരണം 10-50 പേര് ഞങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഒരു 6 മണിയാകുമ്പോൾ ഞങ്ങൾ എല്ലാവരും ജോലിക്ക് ഇറങ്ങുന്ന ആൾക്കാരാണ്. അപ്പോൾ പുറത്ത് പോയി ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 60 രൂപ 100 രൂപേൻ്റെ ചോട വരുന്നുണ്ട് നേരം ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു തീരുമാനമെടുത്തു. ഒരു 20 രൂപ പ്രകാരം എല്ലാവരിൽ നിന്ന് കളക്ട് ചെയ്യും രാവിലെ തന്നെ വന്നിട്ട്. അതിനകത്തുനിന്ന് നമുക്ക് ആവശ്യമായ സാധനം പച്ചക്കറി അങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഭക്ഷണം സ്വന്തമായിട്ട് നിർമ്മിച്ചു. അങ്ങനെയാണ് ഞങ്ങളിതിൻ്റെ തുടക്കം ഇട്ടത്. സാമ്പത്തിക മെച്ചം മാത്രമല്ല, എല്ലാവരും കൂട്ടായ്മ കൂടി ചെയ്യുന്നവരോ അതിനൊരു പ്രത്യേക ഒരു രുചിയും കൂടി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ ഒരു തീരുമാനത്തിലെത്തുകയും ഇപ്പോൾ ഏകദേശം ഒരു 50-60 പേരെങ്കിലും ഉണ്ടാവും ഭക്ഷണം കഴിക്കാൻ ദിവസം, രാവിലെയും വൈകിട്ടായിട്ട്. നാടൻ ഭക്ഷണങ്ങളോടാണ് പ്രിയം. അതാകുമ്പോൾ വലിയ ചിലവും വരില്ല. നല്ലപോലെ വിശപ്പും അകറ്റാം. ഉപ്പുമാവ്, പഴം, കപ്പ, ചമ്മന്തി, പുട്ട്, ഇഷ്ടു, റൊട്ടി, മുട്ടറോസ്റ്റ് തുടങ്ങി ഏത് കോംബോയും ഇവിടെ റെഡിയാണ്. ഒപ്പം കടുപ്പത്തിലൊരു കട്ടനും. ഈ സൗഹൃദ കൂട്ടായ്മ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും ഒട്ടും പിന്നോട്ടല്ല. 8 വർഷമായി നിർധനർക്കായി സർവീസ് നടത്തുന്ന ആംബുലൻസ് ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. ആംബുലൻസ് സർവീസ് നടക്കുന്നുണ്ട്. പാവങ്ങൾക്ക് നമ്മൾ ഫ്രീ ആയിട്ടാണ് ഓടുന്നത്. അതേപോലെ ആക്സിഡൻറ്റ് സർവീസുകൾ, പിന്നെ ബാക്കിയുള്ള സർവീസുകളൊക്കെ ഒരു മിതമായ നിരക്ക് നമ്മൾ വാങ്ങിയിട്ട് എല്ലാവർക്കും ജനകീയമായിട്ട് തന്നെ ഏത് സമയത്ത് 24 മണിക്കൂർ നമ്മളത് ഇതുവരെ മുടങ്ങാതെ രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ എയർബഡുകൾ, പിന്നെ അതേമാതിരി വീൽ ചെയർ, കട്ടിൽ, പിന്നെ വാക്കർ, ഹാൻഡ് സ്റ്റിക്ക് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പാലിറ്റീവ് ഉപകരണങ്ങൾ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ സ്കൂൾ കുട്ടികൾക്കൊക്കെ മുൻപ് ബാഗ്, കിറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്ത് നാട്ടിലുള്ള എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കൊക്കെ ഈ കൂട്ടായ്മ എപ്പോഴും മുന്നിൽ ഉണ്ടാവാറുണ്ട്. ഏതെങ്കിലും സുമനസ്സുകളുടെ സഹായം ലഭിച്ചാൽ പുതിയ ആംബുലൻസ് എന്ന ഇവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാകും. എന്തുകൊണ്ടും ഇത് ഇവരുടെ സ്വർഗമാണ്. ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്നവർ സങ്കടവും സന്തോഷവും ഒപ്പം ഭക്ഷണവും പങ്കുവെക്കുന്നിടം. ദിനംപ്രതി ജീവിത ചിലവേറി വരുന്ന ഈ കാലഘട്ടത്തിൽ ഇവരുടെ കമ്മ്യൂണിറ്റി കിച്ചൺ എല്ലാവർക്കും ഒരു മാതൃകയാണ്. സൗഹൃദ കൂട്ടായ്മയിലൂടെ ഇവർ പാചകം ചെയ്യുന്ന ഭക്ഷണത്തിനും സ്വാദിരട്ടിയാണ്. ക്യാമറാമാൻ സനിലിനൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.